നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വെറുമൊരു വീഴ്ചയല്ല കേട്ടോ. അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവുകളിലൊന്നാണ്. അപ്പോൾ ഒരു ട്രേഡർ എന്ന നിലയിൽ ഈ വരുന്ന സിഗ്നലുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത നീക്കം ഒരുപക്ഷേ വലിയൊരു അബദ്ധമായേക്കാം. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? മാർക്കറ്റ് നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. മാർക്കറ്റിലെ പല വലിയ അനാലിസ്റ്റുകളും ഈയൊരു അവസ്ഥയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ദ മദർ ഓഫ് ഓൾ കാൻഡിൽസ്, അതായത് എല്ലാ കാൻഡിലുകളുടെയും മാതാവ്. ഈ ഒരൊറ്റ വാചകത്തിൽ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഴ്ചയുടെ ഭീകരത. ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ മാർക്കറ്റ് ഭരിച്ചത് കരടുകളാണ്, അതായത് സെല്ലേഴ്സാണ്. അതിന്റെ ഫലമായിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ കണ്ടത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിമാസ ബെയറിഷ് കാൻഡിലാണ്. ഇത് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് എത്രത്തോളം വീക്കാണെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ശരി, നമുക്ക് നേരെ ചാർട്ടുകളിലേക്ക് പോകാം. ഈ കാൻഡിലുകൾക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഡെയിലി, വീക്ക്ലി ചാർട്ടുകൾ തരുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാം. ആദ്യം ഡെയിലി ചാർട്ടുകൾ നോക്കാം. അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ശക്തമായ ബേറിഷ് മരുബോസോ കാൻഡിലുകൾ കാണാം. സിമ്പിളായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: മാർക്കറ്റ് തുടങ്ങിയതു മുതൽ ക്ലോസ് ചെയ്യുന്നതുവരെ കളി മുഴുവൻ സെല്ലേഴ്സിന്റെ കയ്യിലായിരുന്നു. ബയേഴ്സിന് ഒരു അവസരം പോലും കിട്ടിയില്ല. അത്രയ്ക്ക് സെല്ലിംഗ് പ്രഷറായിരുന്നു. ഡെയിലി ചാർട്ടിലെ ചിത്രം വ്യക്തമാണെങ്കിൽ വീക്ക്ലി ചാർട്ട് കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ കാൻഡിൽ വന്നിരുന്നു. അത് മാർക്കറ്റ് ഒരുപക്ഷെ തിരിച്ചു കയറിയേക്കാം എന്നൊരു ചെറിയ പ്രതീക്ഷ തന്നിരുന്നു. പക്ഷേ വെള്ളിയാഴ്ചത്തെ ആ ഒരൊറ്റ ഇടിവ് ആ പ്രതീക്ഷയെ പൂർണ്ണമായും തല്ലിക്കെടുക്കി. എന്നുമാത്രമല്ല, മാർക്കറ്റ് താഴേക്ക് പോകും എന്നു സൂചന നൽകിയ ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിലിന് അതൊരു കൺഫർമേഷൻ കൊടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നമ്പറുണ്ട്: 23,000 ഡാറ്റ അനുസരിച്ച് ഇതൊരു ഉരുക്കു കോട്ട പോലെയാണ്, ഒരു വലിയ മതിൽ. കാരണം അൺഷം നാൻ കോൾ റൈറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ ഭേദിച്ച് മുകളിലേക്ക് പോകാൻ ബുള്ളുകൾക്ക്, അതായത് വാങ്ങുന്നവർക്ക്, ശരിക്കും വിയർക്കേണ്ടി വരും. മുകളിലത്തെ കാര്യം അതാണെങ്കിൽ താഴെ ഏറ്റവും നിർണായകമായ ഒരു സപ്പോർട്ട് ലെവലുണ്ട്: 22,600. ഒരുപക്ഷെ മാർക്കറ്റിന്റെ തലവിധി തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ലെവലാണിത്. ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമോ, അതോ ഇത് തകർത്ത് വലിയൊരു വീഴ്ചയിലേക്ക് പോകുമോ? അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾ എല്ലാവരും ഈയൊരു നമ്പറിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്. ചാർട്ടുകൾ മാത്രമല്ലല്ലോ മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത്. വൻകിട നിക്ഷേപകരും ലോകമെമ്പാടുമുള്ള വാർത്തകളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോ ആ ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചേഴ്സ് ഡാറ്റ നോക്കിയാൽ ശരിക്കും അതൊരു ഹൊറർ സ്റ്റോറി പോലെയാണ്. കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഈയൊരു കണക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. -6,000 കോടി രൂപ വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് FIIകൾ, മാർക്കറ്റിൽ എടുത്ത അധിക ഷോർട്ട് പൊസിഷനാണിത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ വലിയ കളിക്കാർ മാർക്കറ്റ് ഇനിയും താഴോട്ടു പോകും എന്ന കാര്യത്തിൽ വലിയ ബെറ്റ് വെക്കുകയാണ്. ഈ ടേബിൾ നോക്കൂ. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. ഒരു വശത്ത് FIIകളും പ്രൊഫഷണൽ ട്രേഡേഴ്സും മാർക്കറ്റ് ഇടിയും എന്ന് പറഞ്ഞ് സെൽ ചെയ്യുന്നു. മറുവശത്തോ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ക്ലയൻറ്റ്സ്, അതായത് സാധാരണ നിക്ഷേപകർ, മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുമെന്ന് വിശ്വസിച്ച് വാങ്ങിക്കൂട്ടുന്നു. വലിയ കളിക്കാർ വിൽക്കുകയും ചെറിയ കളിക്കാർ വാങ്ങുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യം എപ്പോഴും വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഇത്രയും നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ വെട്ടം എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇറാനെതിരായ ആക്രമണത്തിനുള്ള സമയപരിധി അമേരിക്കൻ പ്രസിഡന്റ് ഏപ്രിൽ 6-ാം തീയതിയിലേക്ക് നീട്ടിവച്ചിട്ടുണ്ട്. ഇത് ഗ്ലോബൽ മാർക്കറ്റിലെ ഒരു ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. അത് നമ്മുടെ മാർക്കറ്റിനും ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം. ഇനി നമ്മുടെ നാട്ടിലെ കാര്യം. ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മിനിറ്റ്, ഇതുകൊണ്ട് നാളെ മുതൽ പെട്രോൾ വില കുറയുമെന്ന് കരുതരുത്. അങ്ങനെയല്ല. ഭാവിയിൽ ക്രൂഡ് ഓയിൽ വില കൂടിയാലും ആ വിലക്കയറ്റം പെട്ടെന്ന് നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ബഫർ മാത്രമാണിത്, ഒരു മുൻകരുതൽ. ഓക്കേ, ഇത്രയും കാര്യങ്ങളും നമ്മൾ കേട്ടു: ചാർട്ട്, ഡാറ്റ, ഗ്ലോബൽ ന്യൂസ്. അപ്പോൾ ഒരു ട്രേഡർ എന്ന നിലക്ക് നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണം? സ്ട്രാറ്റജിയെക്കുറിച്ചും ടാക്ടിക്സിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. തിങ്കളാഴ്ച ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പ്ലാനുള്ളവർക്ക് വേണ്ടി ഇതാ ഒരു സിമ്പിൾ പ്ലാൻ. നിഫ്റ്റി ഒരു 15-മിനിറ്റ് കാൻഡിലില് 22,830 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബെയറിഷ് സിഗ്നലാണ്. അപ്പോൾ നമ്മുടെ ടാർജറ്റുകൾ 22,760 പിന്നെ 22,650 ആയിരിക്കും.
മറിച്ച് വാങ്ങുന്നതിനെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ നിഫ്റ്റി 23,100-ന് മുകളിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 23,300 ആയിരിക്കും. അത് ഇൻട്രാഡേ ചെയ്യുന്നവരുടെ കാര്യം. കുറച്ചുകൂടെ വലിയൊരു പിക്ചർ നോക്കുന്നവർക്ക് ആനലിസ്റ്റുകൾ നൽകുന്ന ഉപദേശം ഇതാണ്. മാർക്കറ്റ് ശരിയായ ഒരു താഴ്ന്ന നില, അതായത് ഒരു പ്രോപ്പർ ബോട്ടം ഉണ്ടാക്കുന്നതിന്റെ സൂചനകൾ കാണിക്കുന്നതുവരെ ഷോർട്ട് പൊസിഷനുകളിൽ തുടരുക. അതായത് തിടുക്കപ്പെട്ട് വാങ്ങാൻ പോകരുത്. അപ്പോ എന്താണ് ഈ പ്രോപ്പർ ബോട്ടം? വെറുതെ മാർക്കറ്റ് കുറച്ച് താഴെ പോയി നിൽക്കുന്നതാണോ? അല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് പതിയെയുള്ളൊരു സെല്ലിംഗ് ആണ്. ഒരു യഥാർത്ഥ ബോട്ടം ഉണ്ടാകുന്നത് സാധാരണയായി പെട്ടെന്നുള്ള, എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷമാണ്. ഒരു പാനിക് സെല്ലിംഗ് വരും. അതിനുശേഷം അത്രയും തന്നെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് വേവും വരും. അത്തരമൊരു സാഹചര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെയാണ്. ഒരു വശത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സെല്ലിംഗ് പ്രഷർ, മറുവശത്ത് വലിയ കളിക്കാർ ഒന്നടങ്കം മാർക്കറ്റിനെതിരെ ബെറ്റ് വയ്ക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ നിർണായകമായ 22,600 എന്ന സപ്പോർട്ട് ലെവലിന് പിടിച്ചു നിൽക്കാൻ എന്ത് മാജിക് വേണ്ടിവരും? വരുന്ന വ്യാപാര ദിനങ്ങൾ നമുക്ക് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം.